നന്നായി ജീവിച്ച ഒരു തലമുറ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. വരുന്ന 10-15 വർഷത്തിനുള്ളിൽ ആ തലമുറ പൂർണ്ണമായും ഇവിടെ അവസാനിച്ചിരിക്കും. അവർ സത്യമായും അത്രയും പ്രധാനപ്പെട്ട കൂട്ടരായിരുന്നു. അവർ രാത്രിയിൽ വേഗം കിടന്നുറങ്ങുമായിരുന്നു. അതിരാവിലെ എഴുന്നേൽക്കുമായിരുന്നു. അവർ വീട്ടിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുമായിരുന്നു. ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അവർ ആരെയെങ്കിലും പോകുന്ന വഴിയിൽ കണ്ടാൽ കുശലം ചോദിക്കുമായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുമായിരുന്നു. അവർക്ക് സ്നേഹബന്ധങ്ങളോട് ഒത്തിരി സ്നേഹമായിരുന്നു. വെളുക്കി ചിരിക്കുമായിരുന്നു. അവർ ഫോൺ നമ്പറുകൾ ഡയറിയിൽ സൂക്ഷിക്കുമായിരുന്നു. അവർ റോങ് നമ്പറിലും ദേഷ്യപ്പെടാതെ വിശേഷങ്ങൾ ചോദിക്കുമായിരുന്നു. അവർ വർത്തമാനപത്രം 2-3 തവണ വായിക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് അരുതാത്തത് സംഭവിക്കുമ്പോൾ അവർ അയ്യോ പാവം എന്നൊക്കെ പറയുമായിരുന്നു. അവർക്ക് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമായിരുന്നു. സമൂഹത്തോട് കടപ്പാടും ഭയവും ഉണ്ടായിരുന്നു. അവർ പഴയ ചെരുപ്പ് തുന്നിക്കുത്തിയും ഉപയോഗിക്കുമായിരുന്നു. വേനൽക്കാലത്ത് അവർ അച്ചാറും പപ്പടവും ഉണ്ടാക്കി വെക്കുമായിരുന്നു. കുടകൾ ഉണക്കി സൂക്ഷിക്കുമായിരുന്നു. ഉപ്പുമാങ്ങ ഭരണികൾ മഴക്കാലത്തേക്കായി മൂടിക്കെട്ടുമായിരുന്നു. അവർ കാലം നേരിടാനൊരുങ്ങുന്ന ഉറുമ്പുകൾ പോലെയായിരുന്നു. അവർക്ക് കൂർക്കയും ചേമ്പും കാവത്തും കിഴങ്ങും നനച്ചുണ്ടാക്കാൻ ഒത്തിരി ആനന്ദമായിരുന്നു. അവർ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായാൽ അന്നം അയൽപക്കത്തും പങ്കുവെക്കുമായിരുന്നു. അയൽപക്കത്തെ വീടുകളിൽ അംഗങ്ങളുടെ പേരുകൾ അവർക്കറിയാമായിരുന്നു. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ സ്വഭാവവും മാന്യതയും നോക്കി കുട്ടികളെ അവർ വിലയിരുത്തിയിരുന്നു. തെറ്റുകണ്ടാൽ തിരുത്തുമായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വഴിവക്കിൽ ഫ്ലെക്സ് ബോർഡ് വെച്ച് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വിവാഹം തുടങ്ങിയവ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കാതെ നാട്ടിലെ ചെറുപ്പക്കാർ ഉത്സാഹ കമ്മിറ്റിയായി നടത്തുമായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഇങ്ങനെയുള്ളവർ ഒട്ടുവളരെ പേർ ഇപ്പോൾ തന്നെ പോയി മറഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ളവർ ഈ വരുന്ന 10-15 വർഷത്തിനുള്ളിൽ സമയത്തിന്റെ യവനികയിൽ മറഞ്ഞുപോയത് തന്നെ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആരെയെങ്കിലും പരിചയമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊരാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിചരിക്കാതിരിക്കരുതേ. വലിയൊരു സംസ്കാരമാണത്. അത് അറ്റുപോകാൻ ഇടവരുത്താതെ നോക്കേണ്ടത് നമ്മളാണ്.